بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. قول النبي صلى الله عليه وسلم: فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. എന്താണ് ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ? മറ്റൊന്ന് التوحيد يحتاج إلى ماذا؟ لا بد من الإخلاص. من قال لا إله إلا الله يبتغي بذلك وجه الله. തൗഹീദ് എന്തുണ്ടായിരിക്കണം? ആ തൗഹീദ് കൊണ്ട് അവൻ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അല്ലാഹു തആലയുടെ വജ്ഹാണ് ഉദ്ദേശിക്കേണ്ടത്. അതാണ് അവൻ ലക്ഷ്യമാക്കേണ്ടത്. അതാണ് തൗഹീദിന്റെ ഇഖ്ലാസ്. നേരെ മറിച്ച് മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കരുത്. ഹദീസ് അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് സംസാരിക്കുന്ന ഹദീസ്. ആ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഫായിദ എന്താണ്? എന്തിനാണ് ഹദീസ് പറഞ്ഞത്? തൗഹീദ് എന്നുള്ളത് മറ്റു പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അത്തൗഹീദ്. രണ്ടാമത്തെ തൗഹീദു ലാ യഅ്ദിലുഹു ഷൈ. തൗഹീദിന് തുല്യമായി ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ പറയുന്ന ഈ കിതാബിന്റെ ഈ ബാബ്, ആ ബാബിന്റെ പേരെന്താ? ബാബു ഫദ്ലി തൗഹീദ് വമാ യുകഫിറു മിനദ്ദുനൂബ്. അപ്പം അതിൽ വരുന്ന ഹദീസുകളും ആയത്തുകളുമാണ് ഇതെല്ലാം. അപ്പം അതിന് തെളിവായിക്കൊണ്ടാണ് ശൈഖ് ഈ ആയത്തുകളും ഹദീസുകളും കൊടുത്തിട്ടുള്ളത്. قال رحمه الله: وللترمذي وحسنه عن أنس رضي الله عنه: سمعت رسول الله صلى الله عليه وسلم يقول: قال الله تعالى: يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. وللترمذي أو ترمذي ترمذي മൂന്നും സഹിഹാണ്. താക്ക് ഫത്ഹ കസ്റ ضم. عن أنس بن مالك رضي الله عنه خادم النبي صلى الله عليه وسلم. അദ്ദേഹത്തിന് കുനിയത്ത് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു കുനിയത്ത് അബൂ ഹംസ. അൻസാരിയാണോ മുഹാജിറാണോ? അൻസാരി അൽ ഖസ്റജി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുദ്ദാമുകൾക്കിടയിൽ സ്വതന്ത്രരായവരുണ്ടായിരുന്നു, അതുപോലെ അടിമകളുമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പോലെ അദ്ദേഹം സ്വതന്ത്രനാണ്. അടിമകളെപ്പോലെ എന്ന് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലിൻ്റെ സേവകരിൽ അടിമകളും ഉണ്ടായിരുന്നു, അതുപോലെ അല്ലാത്തവരും ഉണ്ടായിരുന്നു. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ
റസൂലിന്റെ സേവകരായിക്കൊണ്ട് അറിയപ്പെടുന്നുണ്ട്. عن أنس رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول قال الله تعالى ഇങ്ങനത്തെ ഹദീസിന് എന്താ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിൽ നിന്ന് അൽ ഹദീസ് അൽ ഖുദുസി, അൽ ഹദീസുൽ ഖുദുസി. അൽ ഹദീസുൽ ഖുദുസി അതുപോലെ തന്നെ ഖുർആനും തമ്മിലുള്ള ഫർഖ്, വ്യത്യാസങ്ങളൊക്കെ എന്താണ്? അതായത് ഖുർആനിലെ തിലാവത്ത് കൊണ്ട് ഇബാദത്ത് ചെയ്യാം. ഖുർആനിലെ തിലാവത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇബാദത്താണ്. ഓരോ ഹർഫിനും 10 ഹസനാത്തുകളാണ്. എന്നാൽ അൽ ഹദീസുൽ ഖുദുസി ആണെങ്കിൽ അതുകൊണ്ട് ആ ഹദീസിന്റെ തിലാവത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ നമസ്കാരത്തിൽ മശ്റൂആയിട്ടുള്ള എന്താണ്? ഖുർആനിലെ ആയത്തുകളാണ്, അല്ലെങ്കിൽ ഖുർആനിലെ സൂറത്തുകൾ കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവിടെ അൽ ഹദീസുൽ ഖുദുസി പാരായണം ചെയ്താൽ എന്തല്ല, ശരിയാകുന്നതല്ല. അതുപോലെ വേറെയും ഫർക്കുകളുണ്ട്. قال الله تعالى يا ابن آدم لو أتيتني بقراب الأرض خطايا، بقراب الأرض أي بملء الأرض، ഭൂമി നിറച്ചു. ثم لقيتني لا تشرك بي شيئا. ആദം സന്തതികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അവരെയാണ് ഈ ഹദീസിൽ അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത്. യബ്ന ആദം, ഓരോ മനുഷ്യരോടുമാണ് അല്ലാഹു തആലയുടെ സംസാരം. ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, നീ എൻ്റെ അടുക്കൽ ഭൂമി നിറച്ചും ഭൂമി മുഴുവനോളം അത്രയും തിന്മകളുമായി കൊണ്ട് നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, സുമ്മ ലഖീതനി, എന്നിട്ട് നീ ആ പാപങ്ങളുമായി കൊണ്ട് നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണെങ്കിൽ, ലാ തുശ്രികു ബി ഷൈഅ, അതാണ് ഷർത്ത്. എന്നോട് ഒന്നിനെയും നീ പങ്കു ചേർക്കാത്തവനായിക്കൊണ്ട് ഈ പാപങ്ങളുമായി കൊണ്ട് നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ഭൂമി മുഴുവനായും ഭൂമി നിറച്ചും മഗ്ഫിറത്തുമായി കൊണ്ട് ഞാൻ നിന്റെ അടുത്ത് വരും. لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി മുഴുവനായും ഭൂമി നിറച്ചും മഗ്ഫിറത്ത് ആർക്കാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ഒരു മുവഹിദിനാണ്. അല്ലാഹു തആലയോട് ഒരു തരത്തിലും ശിർക്ക് ചെയ്യാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി നിറച്ചും അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വഹാദൽ ഹദീസ് ഹസ്സനഹു അൽ ഇമാം അത്തിർമിദി റഹിമഹുല്ലാഹ്. ഈ ബാബിലുള്ള ഹദീസുകൾ കഴിഞ്ഞു. എന്താണ് ഫദായിലു തൗഹീദ്, അതേപോലെ തന്നെ മാ യുകഫിറുഹു വമാ യുകഫിറു മിനദ്ദുനൂബ്. അപ്പോൾ തൗഹീദിന്റെ ഫضലും അതിൽപ്പെട്ട ഒന്നാണെന്ത്? അത് മറ്റ് തിന്മകളെ മായ്ച്ചു കളയുന്നു. അതേപോലെ തന്നെ ഇതല്ലാത്ത ഒരുപാടും ഹദീസുകൾ നമുക്ക് തെളിവായിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അതായത് തൗഹീദ് എന്നുള്ളത് മറ്റ് തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്, മറ്റ് തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നതിനുള്ള തെളിവുകൾ.
അതിൽപ്പെട്ടതാണ് ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വഹീഹൈൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ ഫി യൗമിൻ 100 മറ. ആരാണോ 100 പ്രാവശ്യം ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു ദിവസം 100 പ്രാവശ്യം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഫضل എന്താണ്? കാനത് ലഹു അദ്ല 10 റിഖാബ്, അദ്ല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. വകുതിബത് ലഹു 100 ഹസന, അവന് 100 ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടും, 100 നന്മകൾ അവന്റെ പേരിൽ എഴുതപ്പെടും. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താൻ യൗമഹു ദാലിക ഹത്താ യുംസി, ആ ദിവസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ശൈത്താനിൽ നിന്ന് അവന് കാവലുണ്ടായിരിക്കും. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, അതിനേക്കാളും അഫ്ളലായിട്ട് ഒരാളും തന്നെ ഇല്ല. ആരാണ് 100-ൽ കൂടുതൽ പ്രാവശ്യം ആ ദിക്ർ പറയുന്നത് അവനല്ലാതെ. ഇല്ല അഹദുൻ അമില അക്സറ മിൻ ദാലിക്. ഈ ഹദീസിലുള്ള ഫായിദ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അതെന്താണ്? തൗഹീദാണ്. ആ തൗഹീദ് കൊണ്ട് അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. വഫീ റിവായ, വേറൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് വഗുഫിറത് ദുനൂബുഹു ഫി ഹദീസ് അബി ഹുറൈറ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, ആരാണ് 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത്, ഗുഫിറത് ലഹു ദുനൂബുഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. വൈൻ കാനത് മിസ്ല ജബദിൽ ബഹ്, കടലിലെ നുരയോളം അത്രയും പാപങ്ങൾ അവനുണ്ടായിരുന്നാൽ പോലും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. അതെന്താണ് സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറഞ്ഞാൽ? തൗഹീദാണ്. എങ്ങനെയാണ് തൗഹീദ് എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവൻ എന്താണ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധനാക്കലാണ്. എല്ലാ തരത്തിലുള്ള പോരായ്മകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ശിർക്കുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മറ്റു ബാത്തിലായ ഇലാഹുകളിൽ നിന്നും അല്ലാഹു തആലയെ പരിശുദ്ധനാക്കുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്, അതാണ് തൗഹീദ്. ഫഗുഫിറത് ദുനൂബുഹു വഇൻ കാനത് മിസ്ല ജബദിൽ ബഹർ, അവന്റെ പാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിൽ പോലും അല്ലാഹു തആല അത് കാരണത്താൽ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ തൗഹീദ് എന്ന് പറയുന്നത് പാപങ്ങൾക്കുള്ള മഗ്ഫിറത്താണ്, പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൗഹീദിനെ അവൻ തഹ്ഖീഖ് ചെയ്യണം, തൗഹീദിനെ യാഥാർത്ഥ്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ പൊറുക്കുന്നതിന് വേണ്ടി. ഇതെല്ലാം തൗഹീദിന്റെ ഫضലുകളിൽപ്പെട്ടതാണ്. ഹാദിഹി മിൻ ഫദാഇലി തൗഹീദ്. അതേപോലെ തന്നെ തൗഹീദിന്റെ മറ്റൊരു ഫضലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി. ആ തൃപ്തി, അല്ലാഹുവിന്റെ റിദ, അത് കരസ്ഥമാക്കാനുള്ള സബബിൽപ്പെട്ടതാണ് തൗഹീദ്. ഖാല അല്ലാഹു തആല വലാ യർദാ ബിഇബാദിഹിൽ കുഫ്ർ, അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്നുള്ള കുഫ്റിനെ ഒരിക്കലും തൃപ്തിപ്പെടുന്നതല്ല. വലാ യർദാ ലിഇബാദിഹിൽ കുഫ്ര എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നേരെ എതിരായിട്ടുള്ള എന്താണ്? ഈമാൻ. ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതിനുള്ള സബബാണ് അത്തൗഹീദ്. വഫീ ഹദീസ് അബീ ഹുറൈറ ഫി സ്വഹീഹ് മുസ്ലിം അന്നഹു സബബുൻ ലിറിദ്വാനില്ലാഹ്, അല്ലാഹു തആലയുടെ റിദ്വാൻ
അതിനുള്ള സബബാണ് തൗഹീദ്. قال صلى الله عليه وسلم إن الله يرضى لكم ثلاثا ويكره لكم ثلاثا. അല്ലാഹു തആല നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് എന്താണ്? ഫയർദാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ. ഫയർദാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ. അല്ലാഹു തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതും അവനോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്നതിനെയും അല്ലാഹു തആല തൃപ്തിപ്പെടുന്നു. അപ്പോൾ തൗഹീദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി ലഭിക്കുന്നതിനുള്ള സബബാക്കിയിട്ടുണ്ട്. ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൗഹീദിന്റെ മറ്റൊരു ഫضലാണ് അന്നഹു സബബുൻ ലിദുഖൂലിൽ ജന്ന. സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള സബബാണ് തൗഹീദ്. ലിദുഖൂലിൽ ജന്നതി ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന സബബിൽപ്പെട്ടതാണ് തൗഹീദ്. സയഅതി മാന ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഫضൽ അന്ന തൗഹീദ് സബബുൻ ലിനസ് ഫി ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അത് ലഭിക്കുന്നതിനുള്ള സബബാണ് തൗഹീദ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ലഭിക്കുന്നതിനുള്ള സബബാണ് തൗഹീദ്. അമ്മൽ മുശ്രിക് ലാ യുൻസർ, ഒരു മുശ്രിക്കാകട്ടെ അവൻ സഹായിക്കപ്പെടുന്നതല്ല. قال تعالى ثم لا ينصرون وقال ولا هم ينقذون. മുശ്രിക്കുകളുടെ കാര്യത്തിൽ പറഞ്ഞു ثم لا ينصرون, അവർ സഹായിക്കപ്പെടുന്നതല്ല. അല്ലാഹു തആലയുടെ നസ്റിനുള്ള സബബാണ്, സഹായത്തിനുള്ള സബബാണ് തൗഹീദ്. അതേപോലെ തന്നെ من فضائل التوحيد أنه سبب للنجاة من عذاب القبر. أنه سبب للنجاة من عذاب القبر. ഖബറിൽ നിന്നുള്ള അദാബ്, ഖബർ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ് തൗഹീദ്. كما قال صلى الله عليه وسلم إن العبد إذا وضع في قبره إن العبد إذا وضع في قبره أتاه ملكان فيجلسانه فيقولان له من ربك وما دينك ومن نبيك. ഒരടിമ മരണപ്പെട്ടവന് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവനോട് ചോദിക്കും, രണ്ട് മലക്കുകൾ ചോദിക്കും, വമൻ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്. അപ്പോൾ മുഅ്മിനാണെങ്കിൽ അവൻ പറയും റബ്ബി അല്ലാഹ് വദീനി അൽ ഇസ്ലാം വനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم اتفقا. അപ്പോൾ രണ്ട് മലക്കുകളും അവന്റെ ഉത്തരത്തിനോട് യോജിക്കുന്നതാണ്. ثم قال فينادي منادي من السماء. فينادي مناد من السماء. ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയും അൻ ഖദ് സദഖ അബ്ദി ഫഅഫ്രിഷൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ളത് കൊണ്ട് അവനെ പുതപ്പിക്കുക, ധരിപ്പിക്കുക. ഖാല ഫയാതീഹി മിൻ റൗഹിഹാ വതീബിഹാ വയുഫ്തഹു ലഹു ഫീഹാ മദ്ദ ബസരി. അങ്ങനെ ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള അതിന്റെ മണവും സുഗന്ധം അവന്റെ ഖബറിലേക്ക് എത്തുകയും അവന്റെ ഖബർ നോക്കത്താ ദൂരത്തോളം, കണ്ണെത്താ ദൂരത്തോളം തുറന്ന് വിശാലമാക്കപ്പെടുകയും ചെയ്യും. തൗഹീദ് സബബുൻ ലി അന്നജാതി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള രക്ഷയാണ് തൗഹീദ്. എവിടെയാണ് തൗഹീദ്? തൗഹീദ് എവിടെയാണ് ഇതിന്?
മൻ റബ്ബുക് വമാ ദീനുക വമൻ നബിയുക്, തൗഹീദ്. ഇപ്പോൾ ഒരുപാട് ഫദായിലുകൾ നമുക്ക് തൗഹീദ് എന്നുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് ചില ഫദായിലുകൾ മാത്രമാണ് പറഞ്ഞത്. അതിലോരോ ഫദായിലുകൾ പറയുക. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാബിൽ പറഞ്ഞിട്ടുള്ള തൗഹീദിന്റെ ഫദൽ? ഒന്നാമത്തെ ഫദൽ എന്താണ്? നാസിം, തൗഹീദിന്റെ ഒരു ഫദൽ പറയും. ഖബറിൽ നിന്നുള്ള അദാബ്, ഖബറിന്റെ അദാബിൽ നിന്നുള്ള രക്ഷയാണ്. വേറെ സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിനുള്ള സബബാണ്. മൂന്നാമത്തത് الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. أمن في الدنيا والآخرة, ദുനിയാവിലും ആഖിറത്തിലും നിർഭയത്വം, അമ്ന്, അതിനുള്ള സബബാണ്, കാരണമാണെന്ത്? തൗഹീദ്. പിന്നെ മുഖഫിറാത്ത് ലിദ്ദുനൂബ്, പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, അല്ലെങ്കിൽ പ്രായശ്ചിത്തമാണ് തൗഹീദ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം, അന്നസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കുന്നതിനുള്ള സബബാണ് അത്തൗഹീദ്. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിദ്വാൻ, തൃപ്തി, അത് ലഭിക്കുന്നതിനുള്ള സബബാണ് തൗഹീദ്. പിന്നെ ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കുന്നതിനുള്ള സബബാണ് തൗഹീദ്. ഒരുപാട് ഫാദലുകൾ നമുക്ക് കാണാം. ഇപ്പൊ തൗഹീദ് എന്ന് പറയുന്നത് എന്താണ്? ലാ യഅദിലുഹു ഷൈ, അതിന് സമമായി തുല്യമായി ഒന്നും തന്നെയില്ല. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.